ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. ഇന്ത്യയുടെ ഞരമ്പുകൾ എന്നറിയപ്പെടുന്ന റെയിൽവേ, ആ ഞരമ്പിലൂടെ ഇതാ കാവി വിഷം കലർത്താൻ സംഘപരിവാർ ശ്രമം. വന്ദേ ഭാരത് ട്രെയിൻ സർവീസിൻ്റെ ഉദ്ഘാടനത്തിന് RSSൻ്റെ ഗണഗീതം, അത് റെയിൽവേയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ദേശീയ ഗാനമായി അവതരിപ്പിച്ച് പോസ്റ്റ് ചെയ്യുന്നു. രാജ്യവ്യാപകമായ പ്രതിഷേധവുമായി ഇടതുപക്ഷം ഇതാ രംഗത്ത്. വിവാദമായതിനെ തുടർന്ന് റെയിൽവേ അത് പിൻവലിച്ചിട്ടുണ്ട് ആ പോസ്റ്റ്. പക്ഷേ ഈ ഗണഗീതത്തിൽ ഗുണം കാണുന്നത് ആരൊക്കെ? നമുക്ക് ചർച്ച ചെയ്യാം. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികളെ പരിചയപ്പെടാം. ഇടത് നിരീക്ഷകൻ അഡ്വക്കേറ്റ് ലാൽകുമാർ, ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ A. സജീവൻ. ആദ്യം ശ്രീ അഡ്വക്കേറ്റ് N. ലാൽകുമാറിലേക്ക്. ലാൽകുമാർ, ഗണഗീതത്തെ ദേശീയ ഗാനമായി അവതരിപ്പിച്ച് റെയിൽവേ, ഇത് യാദൃശ്ചികമാണോ? എന്താണ് ഇതുവഴി സംഘപരിവാർ ലക്ഷ്യമിടുന്ന രാഷ്ട്രീയ അജണ്ട? നമ്മൾ ഏറെക്കാലമായി വിവിധ മേഖലകളിൽ കണ്ടുവരുന്നതാണ്, പുതുമയല്ല എങ്കിൽ പോലും. അല്ല, ഈ നമ്മുടെ ഇപ്പോൾ ഉള്ള ജനഗണമന എന്ന ദേശീയഗാനം മാറ്റി രാഷ്ട്രത്തിന്റെ ദേശീയഗാനമായി ഗണഗീതം മാറണമെന്നുള്ള ആഗ്രഹം RSS സംഘപരിവാർ ശക്തികൾക്കുണ്ട്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് കുറെ നാളുകളായിട്ട് ഈ രാജ്യത്ത് നടക്കുന്നത്. നോക്കൂ, ഇത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ ഗവർണർ എടുക്കുക. ഗവർണർ ഇടപെടുന്ന രീതി, ഗവർണർ ഭാരത് മാതാവ് എന്ന് പറയുന്ന RSSന്റെ കോൺസെപ്റ്റ്, RSSന്റെ മാതാവിനെ എടുത്തു വെക്കുകയും അത് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുന്നതിന്റെ ഒരു രീതിയാണ് കുറെ നാളുകളായി കാണാൻ കഴിയുന്നത്. ഇതൊരു എക്സാമ്പിളാണ്. അത് മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന ഇസ്ലാമിക് ട്രേസസ് എല്ലാം മാറ്റുന്നു. എല്ലാ കാര്യങ്ങളും ഇപ്പൊ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഒരു അക്ബർ റോഡ് ഉണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും റോഡ്, രാമൻ റോഡോ അല്ലെങ്കിൽ സീതാ റോഡോ ഒക്കെ ആക്കുക എന്നുള്ളത് ഒരു വാശിയോടുകൂടി ചെയ്യുന്ന ഒരു ഗവൺമെന്റ് ആണ് സെൻട്രൽ ഗവൺമെന്റ്. അതിന്റെ ഒരു ഓഫ് ഷൂട്ടായിട്ട് നിൽക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ്, ഒരു റെയിൽവേ ഡിപ്പാർട്ട്മെന്റ്, ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നോക്കൂ, ഇത് വളരെ അധികം സംഘവൽക്കരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഡീപ് സ്റ്റേറ്റിന്റെ ഏറ്റവും വലിയൊരു അവസ്ഥ അതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് ചെറുതായിട്ട് കാണാൻ പറ്റില്ല. കാരണം ഇതിന് വിമർശനം ഉണ്ടാകത്തില്ലെന്നും, വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഉണ്ടാകത്തുള്ളെന്നും, വിമർശനം ഉണ്ടാകുകയാണെങ്കിലും അതിന് നടപടി ഉണ്ടാകത്തില്ലെന്നും, ഇതാണ് യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതെന്നും, ഭരണഘടനയ്ക്ക് മേളിൽ രാജ്യത്തിന്റെ ഗവൺമെന്റിൽ നിന്ന് നമ്മളിപ്പം ഇങ്ങനൊരു കാര്യം ചെയ്താലും ഒരു എതിർപ്പും ഉണ്ടാകത്തില്ലെന്നും വ്യക്തമായി ഇവർക്ക് അറിയാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. അപ്പം ഈ പറയുന്ന പ്ലീസിങ് ദ മാസ്റ്റർ എന്ന് നമ്മൾ സാധാരണ ഇത് പറയുള്ളൂ. ഈ മാസ്റ്ററെ പ്ലീസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ഒരു കുഴപ്പമില്ല. രാഷ്ട്രവിരുദ്ധമാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണഘടനാ വിരുദ്ധമാണെങ്കിലും അതൊക്കെ കണ്ണടക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു കാരണവശാലും ഇത് വരാൻ പാടില്ല. ഇപ്പം ഗവർണറുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞ പോലെ അവിടെ എങ്ങനെ ആ ഭാരത് മാതാവ്, RSSന്റെ ഭാരതാംബ അവിടെ വരും? RSSന്റെ ഭാരത് മാതാവ് അവിടെ എങ്ങനെ വരാൻ കഴിയും? ഏത് ഭരണഘടനയിലാണ് ഇത് ഇങ്ങനൊരു സിമ്പൽ പറഞ്ഞിട്ടുള്ളത്? അപ്പം ഒരു രാജ്യത്തിന്റെ ഈ കൾച്ചറിലേക്ക് പിടിമുറുക്കുന്ന രീതി, ഈ പറഞ്ഞ സിമ്പിൾസ് മാറ്റുക, പേര് മാറ്റുക, ഇങ്ങനെയുള്ള കാര്യത്തിൽ ഇവർ വളരെ അധികം ശുഷ്കാന്തി കാണിക്കുന്നുണ്ട്. അതിനെ ചെറിയൊരു വിഷയമായി നമ്മൾ കാണാൻ പാടില്ല. ഇപ്പം നമ്മൾ ആദ്യ ദിവസങ്ങളിൽ, ഇപ്പൊ BJP ആദ്യം വന്ന ദിവസങ്ങളിൽ ഇപ്പൊ ഒരു പേര് മാറ്റുന്നു, അത് നമ്മൾ ഏറ്റവും ശക്തിയായി എതിർക്കുമ്പോൾ പോലും ഇപ്പം കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു പേര് മാറ്റി എന്ന് പറഞ്ഞാൽ നമുക്കതൊരു പ്രശ്നമേ അല്ലാതായി ജനങ്ങൾ സാമാന്യവൽക്കരിച്ചെടുത്തിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. അതിന് കാരണം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുവഴി രാഷ്ട്രത്തിന്റെ ചരിത്രം തന്നെ, ഇപ്പൊ പുതിയൊരു ചരിത്രം തന്നെ ബിൽഡ് ചെയ്യാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് എതിർക്കപ്പെടേണ്ടതാണ്. നമ്മളത് ചെറുതായിട്ട് കാണാൻ പാടില്ല. ഓരോരുത്തരും ഇതൊരു പാട്ട് പാടിയതല്ലേ ഉള്ളൂ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ, പാട്ട് പാടിയതാര്, പാടിച്ചതാര്, ആര് പാടി? കുട്ടികളാണ് പാടിയിരിക്കുന്നത്. ഇപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ രാഷ്ട്രത്തിന്റെ ഞരമ്പുകളിലേക്ക് ഈ പറയുന്ന ആശയത്തെ എത്തിക്കാനും, ആശയത്തെ റദ്ദ് ചെയ്ത് കളഞ്ഞ ഒരു ആശയത്തെ വീണ്ടും വേറെ രൂപത്തിൽ എത്തിക്കാനും ശ്രമിക്കുന്നതിനകത്ത് അപകടം, അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഭരണഘടന എന്ന് നമ്മൾ ഇന്ന് പറയുന്ന നമ്മുടെ ഈ ബൈബിൾ ഉണ്ടല്ലോ, ഈ ഗ്രണ്ട് നോ, അതെത്തിയത് ഒരുപാട് വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമാണ്, ഒരുപാട് വർഷത്തെ സമര പാരമ്പര്യത്തിന്റെ ഫലമാണ്. ആ സമര പാരമ്പര്യത്തിന്റെ ഫലമായി ഉണ്ടായിരിക്കുന്ന ഒരു ഭരണഘടന റദ്ദ് ചെയ്തുകൊണ്ട്, എന്നാൽ ഇത് അല്ല ഇനി ഇവിടെ വേണ്ടത്, മറ്റൊന്നാണ് വേണ്ടത് എന്ന് പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്താണെങ്കിലും മറ്റു ഓരോരുത്തരുടെ ഭാഗത്തു നിന്നാണെങ്കിലും പല ഘട്ടത്തിലും നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇത്രേ ഉള്ളൂ, ഒരു ന്യൂ നോർമൽ സെറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ആ ന്യൂ നോർമൽ സെറ്റ് ചെയ്യാൻ നമ്മൾ ഒരു കാരണവശാലും ഈ സംസ്ഥാനത്ത് നിന്നുകൊണ്ട് മാത്രം, ഈ സംസ്ഥാനത്തിന്റെ കാര്യം മാത്രമേ
നമുക്ക് എത്തിക്കാൻ അതാണ് പറ്റും. അതാണ് അത് അതിലെങ്കിലും വളരെ ശരിയാണ് നടക്കണം. എൻ ലാൽകുമാർ സൂചിപ്പിച്ചത്. ശ്രീ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എ സജീവൻ കൂടി. ശ്രീ എ സജീവൻ, ലാൽകുമാർ ഇവിടെ വിശദീകരിച്ചു സംഘപരിവാർ വൽക്കരണം ഏതർത്ഥത്തിലാണ്, പ്രത്യേകിച്ച് 2014 ശേഷം മോദി അധികാരത്തിൽ വന്നതിന് ശേഷം കൃത്യമായി ഓരോ മേഖലകളിലും അജണ്ടകൾ വെച്ച് തീരുമാനിക്കുന്നത്. ഇവിടെ ഒരു പ്രതീകം കൂടിയാണ് ഇന്ത്യൻ റെയിൽവേ. ഇന്ത്യൻ റെയിൽവേ രാജ്യത്തിൻ്റെ ഞരമ്പുകൾ എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു മഹാശൃംഖലയാണ്. അവിടെ പലവിധത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ കൊണ്ട് അത് താറുമാറാകുന്നു. സ്വകാര്യവൽക്കരണത്തിലൂടെ അവിടുത്തെ തൊഴിലാളി വിരുദ്ധമായ നയങ്ങൾ നടപ്പിലാക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഘട്ടങ്ങളുള്ളപ്പോഴാണ് ഗണഗീതം കൂടി അവതരിപ്പിച്ച് അവിടെ ഒരു സിംബോളിക് പ്രതിഷ്ഠ കൂടി നടത്താൻ RSS ഉദ്ദേശിക്കുന്നത്. ഇത് യാദൃശ്ചികമല്ല ശ്രീ എ സജീവൻ. തീർത്തും യാദൃച്ഛികമല്ല. കാരണം RSSന്റെ കൃത്യമായിട്ടുള്ള അജണ്ട അത് നരേന്ദ്രമോദി വരുമ്പോൾ അത് വന്നതിന് ശേഷം അത് ശക്തമായ രൂപത്തിലേക്ക് നടപ്പാക്കുന്നു. കാരണം അവർ വെച്ചിട്ടുള്ള ഒരു സമയപരിധിയുണ്ട്. ആ സമയപരിധിക്കുള്ളിൽ ഇന്ത്യയെ പൂർണ്ണമായിട്ടും ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇപ്പോൾ തന്നെ അവർ പറയുന്നത് ഹിന്ദു രാഷ്ട്രമാണല്ലോ, ഹിന്ദുക്കളെല്ലാം ഇവിടെ ഭാരതത്തിലുള്ള ആളുകളെല്ലാവരും ഹിന്ദുക്കളാണ്, ഇത് ഹിന്ദു രാഷ്ട്രമാണ് എന്ന് RSSന്റെ മേധാവി ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിലേക്ക് പോകുന്ന രൂപത്തിൽ മനുഷ്യരുടെ മനസ്സ് അങ്ങനെ മാറ്റിയെടുക്കുക. നിങ്ങളിവിടെ ഇതുവരെ നടത്തിയിട്ടുള്ള ഗീതങ്ങൾക്കപ്പുറത്ത്, ദേശഭക്തി ഗാനങ്ങൾക്കപ്പുറത്ത് ഞങ്ങൾ പറയുന്നത് വേണം. അതായത് ഭാരതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവിക്കൊടി ചൂടിയിട്ടുള്ള, കാവിക്കൊടി കയ്യിൽ വെച്ചിട്ടുള്ള ഒരു സ്ത്രീയാണ് ഭാരതം എന്ന് പറയും, ഭാരതാംബ എന്ന് പറയുന്നതെന്നൊക്കെ രീതിയിൽ നമ്മൾ ഭാരതാംബ എന്ന് പറയുന്നത് രാജ്യത്തെ ഒരു സ്ത്രീയായിട്ട് പരിഗണിച്ചുകൊണ്ട് അത് മാതാവാണെന്ന രീതിയിലൊക്കെ ഒരു സങ്കല്പം മാത്രമാണ്. അങ്ങനെ സങ്കല്പത്തിന്റെ പോലും സത്യത്തിൽ ഇവിടെ ആവശ്യമില്ല. കാരണം പണ്ട് കാലത്തെ പോലെ ദേശങ്ങൾക്ക് വളരെ ദേശത്തിൽ ഒതുങ്ങിയിട്ടുള്ള ജീവിതമല്ല നമ്മുടേത്. നമ്മൾ ദേശത്തിനപ്പുറത്തേക്ക് ഒക്കെ പോയിട്ട് വളരെ അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പം ഗ്ലോബൽ വില്ലേജ് എന്നത് അംഗീകരിക്കപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഒരുവിധം ആളുകളൊക്കെ ഉപജീവനം നടത്തുന്നത് പോലും ഇപ്പൊ ഇന്ത്യക്കാരായിട്ടുള്ള മലയാളികളായിട്ടുള്ള മലയാളികളുടെ എത്ര വീടുകളിൽ അവരുടെ ഉപജീവനം പോലും മറ്റു പല രാജ്യങ്ങളെയും ആധാരമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ കൂടുതലായിട്ടുള്ള ദേശീയത പോലും നമുക്ക് അപകടം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരിക്കൽ പോലും അത് നല്ലതല്ല. കാരണം ഇനിയിപ്പോ നമ്മൾ ആ രീതിയിൽ ഗ്ലോബൽ വില്ലേജ് ആയിട്ട് ചിന്തിക്കുന്നതിന് പകരം ഇപ്പോഴും വർഗീയതയും ദേശീയതയും വളരെ ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒരു വലിയ ഒരു കൂട്ടുപായസം ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ ഇവിടെയുള്ള ഇന്ത്യക്കാർ മുഴുവൻ കുടിപ്പിക്കാൻ നോക്കുന്നത്. ഇതുപോലെ ഒരു വർഗീയത കൂടി ചേർക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഗണഗീതത്തിന്റെ കാര്യത്തിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ അത് ദേശത്തിന്റെ ഒരു ദേശവും ദേശീയതയും വർഗീയതയും കൂടി ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള ഒന്നാണ്. അങ്ങനെ അതാണ് RSSന്റെ ലക്ഷ്യം തന്നെ. ഇതാണ് ഇപ്പൊ ട്രംപ് ഈ കഴിഞ്ഞ ദിവസം നടത്തിയുള്ള പ്രസ്താവന ഉണ്ടല്ലോ, ഈ ക്രിസ്തു മതം പൂർണ്ണമായിട്ടും അപകടാവസ്ഥയിലാണ്, അതിനെ രക്ഷിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഇതുവരെ അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ഒരു പ്രസിഡന്റും ഇതുവരെ കാണിക്കാത്തൊരു കാര്യമുണ്ട്. അവിടെ വേറെ രീതിയിലൊക്കെ തെരഞ്ഞെടുപ്പുകൾ ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കുകളും തമ്മിലുള്ള അവരുടെ മത്സരത്തിന്റെ ഒരു രീതിയുണ്ട്. അവിടെ പണത്തിനൊരു വലിയ സ്വാധീനമുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് വർഗീയത കളിക്കുക എന്ന് പറയുന്ന ഒരു രീതി, അതാണിപ്പോ ട്രംപ് ഇനി കൊണ്ടുവരാൻ പോകുന്നത്. ഇതുവരെ അദ്ദേഹം ഈ രീതിയിൽ പറഞ്ഞു ക്രിസ്തു മതം അപകടത്തിലാണ് എന്ന് പറയുന്ന ട്രംപിനെ പോലെയാണ് ഇവിടെ നരേന്ദ്രമോദി കാണിക്കുന്നത്. ഇവിടെ മൊത്തമായിട്ട് ഹിന്ദുക്കൾക്ക് വലിയ പ്രശ്നമാണ്, അത് നമ്മളിപ്പോ ആ രീതിയിലൊക്കെ കാണിക്കുന്നത്. അതേ സമയത്ത് നമ്മൾ പാകിസ്ഥാനോടുള്ള ശത്രുത നമുക്ക് ഹിന്ദുക്കൾക്കെതിരെ മുസ്ലിങ്ങൾ നടത്തുന്ന ഭീകരതയുടെ കാര്യത്തിൽ, പക്ഷെ നമുക്ക് പാകിസ്ഥാന്റെ ശത്രുവായിട്ടുള്ള താലിബാനെ കൂട്ടുപിടിക്കാൻ ഒരു മടിയുമില്ല. സത്യത്തിൽ പാകിസ്ഥാനിലുള്ള സ്ത്രീകൾക്കും മറ്റുള്ള സ്വാതന്ത്ര്യം പോലെ പാകിസ്ഥാനിൽ സാധാരണ ആൾക്കുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ലാത്തൊരു സ്ഥലമാണല്ലോ ആ താലിബാനെ ഇവിടെ തലയിലേറ്റി കൊണ്ടുവരാൻ ഒരു മടിയും മോദി സർക്കാരിനുണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് ആ വർഗീയതയുടെ ആഴം സൂചിപ്പിക്കുന്നത്. തീർച്ചയായും ഞാൻ തിരിച്ചെത്താം ശ്രീ എസ് സജീവൻ. ഇപ്പോൾ VK സനോജ് DYFI നേതാവ് കൂടി ചേരുകയാണ്. VK സനോജ്, ഇവിടെ എല്ലാ ഘട്ടത്തിലും RSS ഇത്തരം ബിംബങ്ങളിലൂടെ സംഘപരിവാർ വൽക്കരണം നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്ന ഘട്ടത്തിലൊക്കെ കൃത്യമായ രാഷ്ട്രീയ പ്രതിരോധം നിങ്ങളുടെ ഭാഗത്തുനിന്നാണ് രാജ്യത്തും പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തും ഉണ്ടായത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നേരത്തെ അഡ്വക്കേറ്റ് ലാൽകുമാർ സൂചിപ്പിച്ച കാര്യം. അതായത്
ഈ ഭാരതാംബയുടെ ചിത്രം വെച്ചുകൊണ്ട് അതുവഴി ഗവർണറുടെ സ്ഥാപനം തന്നെ, ഭരണഘടനാ സ്ഥാപനം തന്നെ അതിലേക്ക് ഇരച്ചു കയറിയത്. അതിനെതിരെയും പ്രതിരോധം നടത്തിയ ഇടതുപക്ഷമാണ്, CPIM ആണ്. മന്ത്രി വി ശിവൻകുട്ടി തുടങ്ങി വെച്ചു, പിന്നീട് അതങ്ങോട്ട് തുടരുകയും ചെയ്തു. ഇന്നിപ്പോൾ ഈ ഗണഗീതം വന്ദേ ഭാരതിൽ ദേശീയ ഗാനം എന്ന രീതിയിൽ റെയിൽവേ അവതരിപ്പിച്ചപ്പോഴും പ്രതിഷേധവുമായി നിങ്ങളാണ് എത്തിയത്. ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ വിഷയമാണ്. വലിയ പരിപ്രേക്ഷ്യത്തിൽ പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഒന്നിച്ചുകൊണ്ട് നിൽക്കേണ്ടതിൻ്റെ രാഷ്ട്രീയ അനിവാര്യത കൂടിയുണ്ട്. അതാണ് ശ്രീ എ സജീവനും സൂചിപ്പിച്ചത്. VK സനോജ്. അതെ, രാജ്യത്തുടനീളം RSS ഈ നിലയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയൊക്കെയാണ് RSS ഇടപെടുന്നത് ഞാൻ ഇവിടെ ഇപ്പം വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇപ്പൊ ഒടുവിലുണ്ടായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ വന്ദേ ഭാരത് ട്രെയിൻ സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടതാണ്. വന്ദേ ഭാരത് ട്രെയിൻ നേരത്തെ തന്നെ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടതായിരുന്നു. വളരെ വൈകിട്ടാണ് ആ ട്രെയിൻ നമുക്ക് കിട്ടുന്നത്. അപ്പൊ വന്ദേ ഭാരത് കേരളത്തിൽ അവതരിപ്പിച്ച സമയത്ത് കേരളത്തിലെ വിജയാഹ്ലാദ പരിപാടികൾ നമ്മൾ കണ്ടു. അത് RSSന്റെ ഒരു പരിപാടിയായിട്ടാണ് അതിനെ അവർ അവതരിപ്പിച്ചത്. കാമിക്കൊടിയുമായി ഈ കേന്ദ്രത്തിന്റെ ഫണ്ടാണ്, ഞങ്ങളുടെ ഫണ്ടാണ് എന്ന് പറഞ്ഞ് പ്രകടനവും ആഘോഷവും എല്ലാം നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ നമ്മുടെ പോലൊരു രാജ്യത്ത് വിവിധ പാർട്ടികൾ ഉണ്ടാവും. ആ പാർട്ടിയെ പ്രതിദാനം ചെയ്തുകൊണ്ട് MP-മാരും MLA-മാരും മന്ത്രിമാരും പ്രധാനമന്ത്രിക്ക് ഉണ്ടാവും. പക്ഷേ പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞാൽ പിന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. ഇപ്പൊ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഇത്തരം ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഈ നിലയിൽ പെരുമാറാൻ വേണ്ടി പാടുണ്ടോ എന്നുള്ളതാണ്. ഇന്നിപ്പോ ജനഗീതം ട്രെയിനിൽ അവതരിപ്പിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന് സ്വന്തമായി ദേശീയ ഗാനമുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം, വളരെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടത്. അപ്പൊ അതിനെല്ലാം വ്യത്യസ്തമായ RSSന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുകയാണ്. ഇത് ശക്തമായി പ്രതിഷേധിക്കേണ്ട ഒന്നാണ്. RSSന്റെ ആസ്ഥാനത്ത് നിന്ന് ഫണ്ട് കിട്ടിയത് കൊണ്ടല്ലല്ലോ ഇവിടെ വന്ദേ ഭാരത് ഉൾപ്പെടെയുള്ള ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കുന്ന വികസനമാണ്. ആ വികസനത്തെ തങ്ങളുടേത് മാത്രമാണ് എന്ന് വരുത്തി തീർക്കുക, ഇത് ഞങ്ങളുടെ ഔദാര്യമാണ് എന്നൊരു ബോധമുണ്ടാക്കുക, ഇതെല്ലാം RSS അനുവദിക്കുന്നതാണ് എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക, ഔദ്യോഗിക സംവിധാനങ്ങളെ ആകെ RSS വൽക്കരിക്കുക, ഹിന്ദുത്വവൽക്കരിക്കുക, ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ശക്തമായ പ്രതിരോധം ഉയരേണ്ടതുണ്ട്. കേരളത്തിൽ ഇമാതിരിയുള്ള ഒരു കാര്യവും അനുവദിക്കുന്ന പ്രശ്നമില്ല. ഞങ്ങൾ ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് DYFI പ്രതിഷേധ മാർച്ച് നടത്തിയിരുന്നു. ശക്തമായ പ്രതിരോധവും ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരും. തീർച്ചയായും. ശ്രീ ലാൽകുമാർ, ഇവിടെ DYFI അടക്കമുള്ള യുവത ഇതിൽ വലിയ പ്രതിഷേധം തീർക്കുന്നു. ഇടതുപക്ഷം വലിയ പ്രതിഷേധവുമായി രംഗത്ത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഇതിൽ പ്രതിഷേധക്കുറിപ്പ് ഇടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇതുമാത്രം പോരാ, പ്രതിപക്ഷത്തിൻ്റെ ഒരു വിശാല പരിപ്രേക്ഷ്യത്തിലുള്ള നീക്കം ഇതിൽ അനിവാര്യമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രീ ജോൺ ബ്രിട്ടാസ് MP ഒക്കെ സൂചിപ്പിച്ചതാണ്. ഈ എറണാകുളം ബാംഗ്ലൂർ സർവീസിൽ വന്ദേ ഭാരത് താൽക്കാലികമായ ഇനത്തിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ അത് പെട്ടെന്നൊരു ദിവസം നിർത്തുന്നു. ഈ ജോൺ ബ്രിട്ടാസ് MP, ഇടതമ്പി ജോൺ ബ്രിട്ടാസ് തന്നെ ഇത് പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നു. അതിൻ്റെ അർത്ഥത്തിൽ ഇത് പുനഃസ്ഥാപിക്കാം എന്നൊക്കെ റെയിൽവേയുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ പിന്നീട് പെട്ടെന്ന് ഒരു ദിവസം ഈ സ്ലീപ്പർ ട്രെയിനാക്കി ഈ വന്ദേ ഭാരത് കൊണ്ടുവരികയാണ്. അത് BJP സംസ്ഥാന അധ്യക്ഷനെ അടക്കം മീറ്റിങ്ങിൽ വിളിച്ചുകൊണ്ട് MP-മാരൊക്കെ അറിയാതെ. അപ്പോൾ ഈ ഗണഗീതം പലതിൻ്റെയും ലക്ഷണങ്ങളാണ്. ഇത്തരത്തിൽ നടത്തുന്ന കാവ്യവൽക്കരണത്തിനായി BJPക്കായി രാഷ്ട്രത്തിൻ്റെ മുതൽ ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ പ്രതിക്രിയകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലാൽകുമാർ. അല്ല, ഇവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ കൂടെ ഇതിനകത്ത് വിളിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക്, അല്ലെങ്കിൽ ആ സിറ്റുവേഷനെ കുറിച്ച് എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല. നോക്കൂ, വിഴിഞ്ഞം പദ്ധതിക്ക് രാവിലെ തന്നെ അദ്ദേഹം വന്ന് അവിടെ മുന്നിൽ കയറി ഇരുന്ന് ആൾക്കാരെ കൈ കാണിക്കുകയൊക്കെ ചെയ്താണ്. പ്രധാനമന്ത്രി എനിക്കൊന്ന് ഈ കേരളത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അവിടെ വന്ന് കയറി ഇരിപ്പുണ്ടല്ലോ. എന്നിട്ട് ഏതാണ്ട് ഒരു ക്രെഡിറ്റ് എടുക്കാനായിട്ട്, ഹൈജാക്ക് ചെയ്തെടുക്കാനായിട്ടുള്ള ശ്രമം നടക്കുന്നത് നമ്മൾ കാണുന്നതാണ്. നോക്കൂ, രാഷ്ട്രീയ പ്രവർത്തനം എന്നത് ജനങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങളോട് അടുത്ത് പെരുമാറിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സറിയുക എന്നുള്ളതാണ്. കേരളത്തിലെ ഈ ഉമ്മാക്കികളൊന്നും വാഴത്തില്ല എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ പക്വതയുള്ള ജനസമൂഹമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റാഷണൽ സൊസൈറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇതൊക്കെ, ഇതിനകത്ത് ഇരട്ടത്താപ്പുകളൊക്കെ മനസ്സിലാവും. സംസ്ഥാനത്തിന് എന്താണ് കിട്ടുന്നത്, സംസ്ഥാനത്തിന്
ഈ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടി വലിയ ശ്രമം നടത്തുന്ന അല്ലെങ്കിൽ വന്ദേ ഭാരത് തരുന്ന കേന്ദ്ര സർക്കാർ, ശരി, ഈ പാവപ്പെട്ട ഒരുപാട് പേര് ഒലിച്ചുപോയൊരു കഥയുണ്ടല്ലോ വയനാട്ടിൽ, അതുമായി ബന്ധപ്പെട്ട് എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ എന്താണ് ഫണ്ട് തരാത്തത്? അപ്പൊ നിങ്ങൾക്ക് വേണ്ട സംസ്ഥാനങ്ങളിലേക്ക് നിങ്ങൾ ഫണ്ട് കൊടുക്കുകയും മറ്റ് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ കേരളം പോലെ അല്ലെങ്കിൽ നിങ്ങൾ ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് ഫണ്ട് തരാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഈ രാജ്യത്തുണ്ട്. അത് നിങ്ങളുടെ ഫാസിസ്റ്റ് നയത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നയമാണ്. നോക്കൂ, ഈക്വാലിറ്റി പ്രിൻസിപ്പിളിനെ വയലേറ്റ് ചെയ്യുന്ന രീതിയിലല്ലേ നമുക്ക് പണം തരാതെ വരിക. നമ്മൾ ഓരോ പ്രാവശ്യവും പണം കിട്ടാനായിട്ട് നമ്മൾ കോടതിയിൽ പോകേണ്ട, കോടതിയെ സമീപിക്കേണ്ട സാഹചര്യം ഉണ്ടാകുക. ഇത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ താങ്കൾ ചോദിച്ചത് ഈ ഒരു കുടക്കീഴിൽ ഒരു സമരം ആവശ്യമല്ലേ എന്നുള്ള ചോദ്യത്തിന്, അത് കുടക്കീഴിൽ സമരം ആവശ്യമാണ്, പക്ഷെ എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം നോക്കൂ, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. ഈ രാജ്യത്ത് സംസ്ഥാനങ്ങളെ നിയന്ത്രിക്കാനായി അവര് തന്നെ അല്ലെങ്കിൽ കേന്ദ്രം തന്നെ നേരിട്ട് ഇടപെട്ട് വെക്കുന്ന ആൾക്കാരാണ് ഗവർണർ. ഗവർണർ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പൊസിഷൻ ആണെങ്കിൽ പോലും BJPക്ക് വേണ്ടി പണിയെടുക്കുന്ന ഒരു രീതിയാണ് കുറെ നാളുകളായി കണ്ടിട്ടുള്ളത്. എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ ഇവരെടുക്കുന്ന ഉണ്ടാക്കുന്ന ന്യൂയിസൻസ് വളരെ ഹൈ ആണ്. ആ ന്യൂയിസൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ട്രിഗർ കൊണ്ട് പണ്ട് ഗവർണർമാരുടെ ഒരു മീറ്റിംഗ് നടന്നപ്പോൾ പറഞ്ഞത്, നിങ്ങൾ സംസ്ഥാനത്തിന്റെ ഭരണകാര്യത്തിൽ കൂടുതൽ ഇടപെടണം എന്നാണ് അമിത്ഷാ ഇവരോട് ആവശ്യപ്പെട്ടത്. നോക്കൂ, സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പല തവണയായി, ഭരണഘടന തന്നെ പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ്, ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള വിഷയമാണ്. ഇവരൊരു നോമിനൽ ഹെഡാണ്. റിയൽ എക്സിക്യൂട്ടീവ് എന്നുള്ളത് ചീഫ് മിനിസ്റ്ററും ക്യാബിനറ്റുമാണ്, അല്ലെങ്കിൽ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സുമാണ്. അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിസ്ക്രിപ്ഷൻ വരുന്ന വിഷയങ്ങളിൽ മാത്രം ഇവർക്ക് ഇടപെടാം, അല്ലെങ്കിൽ പ്രസിഡന്റിന്റെ കൺസിഡറേഷനിലേക്ക് ബില്ലുകൾ വെക്കാം. അല്ലാതെ ഒന്നും ഒരു റോൾ ഇവർക്കില്ല. പക്ഷെ നോക്കൂ, എത്ര വ്യത്യസ്തമായ രീതിയിലാണ് ഈ രാജ്യത്തെ ഗവർണർമാർ ഇടപെടുന്നത് BJPയുടെ താല്പര്യം സംരക്ഷിക്കാൻ. ഇതും ഗണഗീതം നടത്തുന്നതും മറ്റൊരു രീതിയാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് ഈ സംസ്ഥാനങ്ങളിൽ മൊത്തം നടക്കുന്നത്. ഇപ്പൊ തമിഴ്നാട്ടിൽ നടക്കുന്നത്, അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കാര്യത്തിൽ സുപ്രീം കോടതി നേരിട്ട് ഗവർണറെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബംഗാളില് ഇതിലൊന്നും. കേരളത്തിലെ നോക്കൂ, കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറഞ്ഞ ഒരാള് 5 വർഷത്തിന് മേളിൽ അദ്ദേഹം ഗവർണറായിരുന്നു. കോൺഗ്രസ് ഒരു ചെറു വിരലെങ്കിലും ഇവർക്കെതിരെ സംസാരിച്ചിട്ടുണ്ടോ? ഇവരെ അനക്കിയിട്ടുണ്ടോ? ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടോ? കെ സുധാകരൻ അന്ന് KPCC പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് സുധാകരൻ ആരിഫ് മുഹമ്മദ് ഖാന്റെ കൂട്ടത്തിലാണ് നിന്നത്. നോക്കൂ, വിശാല അർത്ഥത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ആരെ റെപ്രസെന്റ് ചെയ്യുന്നു, ആ റെപ്രസെന്റേഷൻ എത്രമാത്രം ഈ രാജ്യത്തിന്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണഘടനയെ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലും അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളെ ഡിഫീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കോൺഗ്രസുകാർക്ക് ശക്തിയില്ലേ? അവർക്ക് ശക്തിയുണ്ട്. പക്ഷെ എന്നിട്ടും അവർ കണ്ണടക്കുകയാണ്. കാരണം ഗവർണർ പെരുമാറുന്നത് പിണറായി വിജയനെതിരെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിനെതിരെ നിലകൊള്ളുന്നത് കൊണ്ട്, എന്നാൽ നമുക്ക് ഗവർണർ നിന്നേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഞാൻ പറഞ്ഞു, ഇതൊരു രാജ്യത്ത് മൊത്തം ഉള്ള ഒരു വിഷയമാണെങ്കിൽ പോലും സംസ്ഥാനത്തെ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണം നടത്തും, അല്ലെങ്കിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് പല വിഷയങ്ങളിൽ എടുക്കുന്ന നിലപാടിന്റെ ഇരട്ടത്താപ്പിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്. ഇതൊരു സത്യസന്ധമായ കാര്യമാണ്. നോക്കൂ, ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ നിന്ന് പോയി. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു ഗവർണറാണെന്നാണ് ആൾക്കാർ കരുതുന്നത്. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു പേര് അദ്ദേഹം ഇവിടുന്ന് പോയ പിന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? മാധ്യമപ്രവർത്തനല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബീഹാറിലെങ്ങാണ്ട് ഗവർണറായിട്ട് ഇരിപ്പുണ്ട്. അവിടെ നിന്നും മിണ്ടാൻ പറ്റില്ല. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിന്റെ വികസനത്തിലേക്ക് ലാൻഡ് അസൈൻമെന്റ് അമെന്റ്മെന്റ് കേരള നിയമസഭ ഒറ്റ ശബ്ദത്തോടുകൂടി കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവർ ഒരുമിച്ചിരുന്ന് പാസ്സാക്കിയതാണ്. അത് ഒപ്പിടാതെ മാറ്റിവെച്ച ആരിഫ് മുഹമ്മദ് ഖാനെ സപ്പോർട്ട് ചെയ്യുന്ന കോൺഗ്രസ്സുകാരെ ഞാൻ കണ്ടു. പബ്ലിക്കായിട്ട് പറഞ്ഞു. ഇടുക്കി ജില്ലയിലുള്ള കോൺഗ്രസ്സുകാരെ കൃത്യമായി പറഞ്ഞു, അത് തെറ്റൊന്നും പറയാൻ പറ്റില്ല, ഒരുമിച്ച് പാസ്സാക്കിയതാണ്. അപ്പൊ അങ്ങനെ ഒരുമിച്ച് ഒരു ശബ്ദമായി മാറണമെന്ന് പറഞ്ഞതിന് അത് എത്രമാത്രം പോസിബിൾ ആണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടെന്ന് പറയാനായിട്ടാണ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞത്. ആ എക്സാമ്പിൾ മറ്റൊരു എക്സാമ്പിൾ ആണെങ്കിൽ പോലും രാഷ്ട്രീയമായി എത്രത്തോളം ആത്മാർത്ഥത ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിനുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇപ്പൊ ഗണഗീതവുമായി ബന്ധപ്പെട്ട് അവർ ഉറപ്പായിട്ടും ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമായിരിക്കും. അതല്ല, പക്ഷെ അതിനകത്ത് ആത്മാർത്ഥതയാണ്. നമുക്ക് ഭരണഘടനാപരമായ വിഷയങ്ങൾ വരുമ്പോൾ ഇപ്പം അയോധ്യയിലെ കാര്യം വന്നു. ഗണഗീതത്തിനെക്കാട്ടും വലിയൊരു വിഷയമാണ്. ബാബറി മസ്ജിദ് ഇരുന്ന സ്ഥലം പൊളിച്ച് അത് നശിപ്പിച്ച് അവിടെ പള്ളി പണിയുന്ന സാഹചര്യത്തിലേക്ക് വന്നു. പള്ളി പണിഞ്ഞത് ഇപ്പം സുപ്രീം കോടതി പറഞ്ഞിട്ടാണ്. പക്ഷെ പൊളിച്ചു എന്ന് പറയുന്നത് പോലും ഇവർ അധികാരത്തിൽ ഇരുന്ന സമയത്താണെന്ന് നമ്മൾ മറന്നുപോയത്. അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു സർക്കാർ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തിനെ എത്രമാത്രം ആത്മാർത്ഥതയോട് ഗണഗീതത്തിന്റെ കാര്യത്തിലും മറ്റതിന്റെ കാര്യത്തിലും ഒക്കെ
ഇവർക്ക് ആത്മാർത്ഥത വരും എന്നുള്ള അതെ, ശരിയാണ്. കാരണം കാര്യം 1992 കോൺഗ്രസിന്റെ പ്രധാനമന്ത്രിയായ നരസിംഹറാവു ഇരിക്കുമ്പോഴാണ് ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിക്കുന്നത്. അതിനുശേഷം ഉള്ള സംഭവവികാസങ്ങളൊക്കെ നമ്മുടെ ഓർമ്മപഥങ്ങളിലുള്ളതാണ്. ശ്രീ അപ്പൊ ഇത് ലാൽകുമാർ, ഞാൻ തിരിച്ചെത്താം ലാൽകുമാർ. ശ്രീ എ സജീവൻ, ഇവിടെ ലാൽകുമാർ സൂചിപ്പിച്ചു രാഷ്ട്രീയമായി കോൺഗ്രസ് എത്ര കണ്ട് നിഷ്ക്രിയമാണ്. ഇവിടെ പ്രതിരോധിക്കാൻ, ഇത്തരം സംഘപരിവാറിൻ്റെ നുഴഞ്ഞുകയറ്റങ്ങളെ പ്രതിരോധിക്കാൻ ഇടതുപക്ഷം മാത്രമേ ഉള്ളൂ. കോൺഗ്രസ് ദേശീയ തലത്തിലും കേരളത്തിലും മറ്റൊരു റോളാണ് എടുക്കുന്നത്. നമുക്കറിയാം, ഗോൾവർക്കറിൻ്റെ മുമ്പിൽ പോയി തിരികത്തിച്ച് നിൽക്കുന്ന ഫോട്ടോ അഭിമാന പുരസ്കാരം പ്രചരിപ്പിക്കുന്ന പ്രതിപക്ഷ നേതാവുള്ള നാടാണ് കേരളം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്ന്, ഒരു മാധ്യമപ്രവർത്തകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ശ്രീ എസ് സജീവൻ എന്നതുകൊണ്ട് കൂടിയാണ്. മാധ്യമപ്രവർത്തകരുടെ ഇടയിൽ നോക്കൂ, 64,000-ത്തിലധികം വരുന്ന കുടുംബത്തെ അതിദാരിദ്ര്യ രേഖയിൽ കണ്ടെത്തുകയും അവരെ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ വിവിധ തലങ്ങളിൽ ക്രോഡീകരിച്ച് നടത്തുകയും ചെയ്തു. ഒരു വലിയ എഫർട്ട്, വർഷങ്ങൾ നീണ്ടത്. അതിൻ്റെ പ്രഖ്യാപനത്തെപ്പോലും ദുഷ്ടലാക്കോടുകൂടി സമീപിച്ച മാധ്യമങ്ങൾ ഈ സംഘപരിവാർവൽക്കരണം കാണുന്നില്ല, ഈ ഗണഗീതം പാടൽ കാണുന്നില്ല, ഇവിടെ ലാൽകുമാർ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു ഘട്ടങ്ങളും കാണുന്നില്ല. കുറ്റകരമായ, വിധ്വംസകമായ ചിന്തകൾ മാധ്യമപ്രവർത്തന മേഖലയിൽ. ശ്രീ എസ് സജീവൻ, വിമർശിക്കപ്പെടേണ്ടേ? താങ്കൾ ചോദിച്ച രണ്ട് ചോദ്യങ്ങളും തീർച്ചയായിട്ടും പ്രസക്തമായിട്ടുള്ളതാണ്. അതിന് മറുപടിയും ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം കോൺഗ്രസ്സുകാരുടേത്. കോൺഗ്രസ് പാർട്ടി അത് സ്വാതന്ത്ര്യ ലബ്ധിയുടെ കാലത്തും അതിന് മുമ്പ് പോലും നല്ലൊരു ശതമാനം കോൺഗ്രസ് നേതാക്കന്മാരും ഹിന്ദുത്വ അജണ്ടയുള്ള ആളുകളായിരുന്നു. അത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അവരിപ്പോഴും തുടർന്ന് വരുന്നത് ആ ഹിന്ദുത്വ അജണ്ട തന്നെയാണ്. ഇപ്പൊ ബാബറി മസ്ജിദിന് കല്ല് വെക്കുന്ന സമയത്ത് അതിന് പിന്നെ കല്ല് കൊടുക്കാനോടെ കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നല്ലോ. പ്രിയങ്ക ഗാന്ധി പോലും അതിന്റെ അവകാശവാദം തങ്ങളിലേക്ക് എത്താനും കല്ല് സമർപ്പിക്കാൻ പറ്റാത്തതിൽ ദുഃഖിച്ച് ട്വീറ്റ് ചെയ്ത ആളാണ്, അല്ലെങ്കിൽ എക്സിൽ രേഖപ്പെടുത്തിയ ആളാണ്. തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏറ്റവും ഒടുവിൽ അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത എന്ന് പറയുന്നത്, അവിടെ അയോധ്യയിൽ തന്നെ പള്ളി പണിയാനായിട്ട് കോടതി നിർദ്ദേശപ്രകാരം കേന്ദ്ര സർക്കാർ അനുവദിച്ചു കൊടുത്തുള്ള സ്ഥലത്ത് അവിടെ പള്ളി പണിയാൻ അനുവദിക്കില്ല എന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അതിൽ പോലും പ്രതിഷേധിക്കാൻ കോൺഗ്രസ് നേതാക്കന്മാർക്ക്, രാഹുൽ ഗാന്ധിക്കോ പ്രിയങ്ക ഗാന്ധിക്കോ സോണിയാഗാന്ധിക്കോ, അവർ മൂന്നുപേരാണല്ലോ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത്, ഇവർക്കാർക്കും ഇത് പറ്റിയിട്ടില്ല. കാരണം നേരത്തെ അവിടെ ലാൽകുമാർ പറഞ്ഞ പോലെ അവിടെ പള്ളി ഉണ്ടായിരുന്ന പള്ളി, എത്രയോ കാലമായിട്ട് മുസ്ലിങ്ങൾ ആരാധിച്ചിരുന്ന അല്ലെങ്കിൽ അവർ പ്രാർത്ഥന നടത്തിയിരുന്ന പള്ളി, ആ പള്ളി പൊളിച്ചിട്ട് അവിടെ ക്ഷേത്രം പൊളിക്കുന്നത് കോൺഗ്രസ്സുകാരുടെ കാലത്ത്, അവിടെ ബിംബം വെക്കുന്നത് കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ഉണ്ടായിരുന്ന കാലത്ത്, ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് നടന്നിട്ട് അവസാനം അവിടെ പള്ളി ക്ഷേത്രം നിർമ്മിക്കുന്നു. ക്ഷേത്രം നിർമ്മിക്കുന്ന കോടതിയുടെ ഉത്തരവിനെ കുറിച്ച് നമുക്കറിയാം. ഒരു വലിയ തമാശയാണത്. അത് അതിന് ക്ഷേത്രം നിർമ്മിക്കുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തതിലുള്ള വെമ്പലായിരുന്നു പല ആളുകൾക്കും. അത് കഴിഞ്ഞിട്ട് ന്യായമായിട്ടും കോടതി നിർദ്ദേശപ്രകാരം വേറെ സ്ഥലത്ത് കൊടുക്കണം എന്ന് പറഞ്ഞു. അതിന് സ്ഥലം നിർദ്ദേശിച്ചത് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. പക്ഷെ അവിടെ പോലും നിർമ്മിക്കാൻ അനുവദിക്കില്ല എന്ന് തീരുമാനിക്കുകയാണ്. അവിടെയുള്ള മുനിസിപ്പാലിറ്റി പറയുന്നത് അവിടെ നിർമ്മിക്കാൻ അനുവദിക്കില്ല, അവിടെയുള്ള RSSകാരും BJPക്കാരും പറയുന്ന അവിടെ പണി നിർമ്മിക്കാൻ അനുവദിക്കില്ല. ഒരു വാക്ക് പോലും ഞാൻ എല്ലാ ദിവസവും ഇതിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രതികരണമുണ്ടോ എന്ന് നോക്കാറുണ്ട്. പക്ഷെ ഒരു ദിവസം പോലും അങ്ങനെ കാണാൻ പറ്റിയില്ല. ഇപ്പൊ കോൺഗ്രസിന്റെ ഭാഗം എന്ന് പറയുന്ന അവർക്കും ഈ പറയുന്ന രൂപത്തിൽ ഹിന്ദുത്വ സമീപനം തന്നെയാണ്, പ്രത്യേകിച്ച് മൃദു ഹിന്ദുത്വ സമീപനമാണ്. നെഹ്റുവിനെ മാത്രം നമുക്ക് അതിന് മാറ്റി നിർത്തിയാൽ മതി. നെഹ്റുവിനെയും ഗാന്ധിയെയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള പല നേതാക്കന്മാരും ഇതേ രീതിയിൽ അനുവർത്തിച്ച ആളുകളെ, പ്രത്യേകിച്ച് ഈ നെഹ്റു കുടുംബത്തിന്, ഇന്ദിരാഗാന്ധി മുതലുള്ള ആളുകളുടെ നയം എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവരിൽ നിന്ന് വേറെ രീതിയിൽ കാര്യം നമ്മൾ കേരളത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമില്ല. അതിനപ്പുറത്ത് രണ്ടാമത്തെ കാര്യം പറയേണ്ട മാധ്യമങ്ങളുടെ കാര്യം. മാധ്യമങ്ങൾ എനിക്ക് ഏറ്റവും തമാശ തോന്നിയത്, കഴിഞ്ഞ ദിവസം ഒരു ഗെറ്റ് ടുഗദറിനിടയിൽ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഇതേപോലെ താങ്കൾ പറഞ്ഞ പോലെ അതിപ്പോ സർവീസിലില്ല, പക്ഷെ ഇപ്പൊ കൊടുത്ത അതിദാരിദ്ര്യത്തെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ട് മുഖ്യമന്ത്രിയൊക്കെ വളരെ മോശമായി പറഞ്ഞു. ഇപ്പൊ എന്റെ വളരെ അടുത്തൊരാള് ഒരു കൗൺസിലറാണ്. അപ്പൊ അവര് കൃത്യമായിട്ട് പറയും, ഇന്ന രീതിയിൽ ഞങ്ങൾ നടപ്പാക്കി. അവരുടെ വാർഡിലുള്ള ആളുകളുടെ പേര് പറഞ്ഞ് അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്ത സംരക്ഷണത്തിന് ഓരോന്നും അക്കമിട്ടുകൊണ്ട് 4 ദിവസം മുമ്പേ
ഇത് അവതരിപ്പിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഇദ്ദേഹം അപ്പോഴും സമ്മതിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷെ മറ്റുള്ള അതിനൊപ്പം ഉണ്ടായിരുന്ന കെറ്റുകറിന്റെ ബാക്കിയുള്ള ആൾക്ക് മനസ്സിലായത്. അപ്പൊ സത്യത്തിൽ ഇനിയിപ്പോ ദരിദ്രർ അനേകം ഉണ്ടായാലും 64,000 ഒരു പിടിയെങ്കിലും അതിൽ നിന്ന് മോചിപ്പിക്കുന്നു എന്നതിലെങ്കിലും സന്തോഷിക്കുകയല്ലേ വേണ്ടത്. അതാണ് ദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു നീക്കാൻ ഈ കേരളത്തെ സംബന്ധിച്ച് പറ്റില്ല. പക്ഷേ ലഘൂകരണ പ്രക്രിയകളാണ്, അതാണ് അതിദാരിദ്ര്യമുക്തം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർക്കാർ തന്നെ പറയുന്നു ഇതിവിടെ നിൽക്കുന്നതല്ല, ഇത് തുടരുന്നൊരു പ്രക്രിയയാണെന്ന്. ഞാൻ തിരിച്ചെത്താം. BJP നേതാവ് S. നന്ദു നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ നന്ദു, BJPയുടെ ഒരു പ്രവൃത്തിയെ സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പുതിയതായി എത്തുന്നത് ഈ വന്ദേ ഭാരത് ട്രെയിനിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് RSSൻ്റെ ഗണഗീതം പാടുന്നു, കുട്ടികളെ കൊണ്ട് പാടിക്കുന്നു. എന്നിട്ടത് ഔദ്യോഗികമായി റെയിൽവേയുടെ പോസ്റ്റ് ചെയ്യുകയാണ്, ഔദ്യോഗികമായി അവരുടെ വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്യുകയാണ്. അത് ദേശീയ ഗാനം പാടുന്നു എന്ന നിലയിൽ ഇത് ശരിയാണോ? വലിയ വിമർശനത്തിനിടയാകുന്നു ഇപ്പോൾ. അല്ല, അതിനകത്ത് അത് RSS ഗണഗീതമായിട്ട് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. പക്ഷെ അത് RSSന്റെ മാത്രം ഗണഗീതമാണ് എന്ന് പറയുന്നതിനോട് എനിക്ക് ആദ്യമേ തന്നെ ഞാൻ ആ വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ്. കാരണം അതിനകത്ത് ഒരിടത്തും RSSന്റെ ഏതെങ്കിലും ബിംബങ്ങളെ ഉയർത്തിക്കാട്ടാനോ അല്ലെങ്കിൽ RSSന്റെ ഏതെങ്കിലും നേതാക്കന്മാരെ ഉയർത്തിക്കാട്ടാനോ അല്ല ആ ഗീതത്തിൽ ആകമാനം ശ്രമിക്കുന്നത്. ആ ഗീതം പാടുന്നത് തന്നെ ഭാരതാംബയ്ക്ക് വേണ്ടിയിട്ട്, ഭാരതത്തിന്റെ യശസ്സിനെ കുറിച്ച്, ഭാരതത്തിന്റെ ഓരോ ഘട്ടങ്ങളെ കുറിച്ചൊക്കെയാണ് അതിനകത്ത് വരുന്നത്. പക്ഷെ അത് ദേശീയ ഗാനത്തിന്റെ പദവിയിൽ എത്തിയിട്ടുണ്ടോ? ദേശീയ ഗാനം എന്നല്ലല്ലോ പറഞ്ഞത്. ദേശീയതയെ പ്രജ്വലിപ്പിക്കുന്ന എല്ലാ ഗാനങ്ങളും ദേശീയ ഗാനമായി തന്നെയാണ്. പക്ഷേ റെയിൽവേ പിൻവലിച്ച ആ പോസ്റ്റിൽ ദേശീയ ഗാനം പാടുന്ന കുട്ടികൾ എന്നാണ് അടയാളപ്പെടുത്തിയിരുന്നത്. അല്ല, അതിനകത്ത് നമ്മളതിനെ കാണേണ്ടത് ദേശീയ ഗാനം എന്നുള്ള നിലയിൽ അത് എന്തെങ്കിലും ടെക്നിക്കൽ എറർ ആവാം. എനിക്കതിനെ കുറിച്ച് കൃത്യമായ ജ്ഞാനമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത്തരം ദേശഭക്തി ഗാനങ്ങളെ, ആ ദേശഭക്തി ഗാനങ്ങളുടെ അന്തസത്തയെ മനസ്സിലാക്കുന്നതിന് പകരം അത്തരം ദേശീയ ബിംബങ്ങളെയും ദേശീയ സംസ്കാരത്തെയും ഒക്കെ തള്ളിപ്പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏത് തരത്തിലുള്ള രാഷ്ട്രീയമാണ് കളിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അല്ല, ദേശസ്നേഹം RSS ഈ രാജ്യത്തിന് പഠിപ്പിക്കേണ്ട. ഗാനം പാടിയാൽ പ്രശ്നം, ഭാരതം പ്രശ്നം, ഭാരതത്തിനെതിരായി നിൽക്കുന്ന എല്ലാ ശക്തികളും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളുകൾ. അപ്പോ അല്ല, താലിബാനെ വാഴ്ത്തിയത് ആരാണ്? താലിബാനെ ഇവിടെ കൊണ്ടുവന്ന് വാഴ്ത്തിയത് ഭാരതം എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ദേശത്തിന് വിരുദ്ധമായി ഇവിടെ ഓർമ്മയില്ലേ കാണ്ഡഹാറിൽ ഫ്ലൈറ്റ് തട്ടിക്കൊണ്ടുപോയത് ഓർമ്മയില്ലേ? അല്ലല്ല ആങ്കറെ, അങ്ങനെയാണെങ്കിൽ പാലസ്തീന്റെ കഫിയ ധരിച്ചുകൊണ്ട് സംസ്ഥാന സമ്മേളനവും ദേശീയ സമ്മേളനവും ഒക്കെ നടത്തുന്നത് ഭാരതത്തിനകത്ത് നല്ലതാണ്. അത് ഇന്ത്യയുടെ പാരമ്പര്യവുമായി യോജിക്കുന്നതാണ്. കുറിച്ച് പാടാൻ പാടില്ല. അല്ല, ഇന്ത്യയുടെ പാരമ്പര്യവുമായി യോജിക്കുന്നതാണ്. പൂജിക്കാൻ പാടില്ല, ഭാരതാംബ എന്ന പദം ഉപയോഗിക്കാൻ പാടില്ല. അല്ല, ഭാരതീയ സങ്കല്പങ്ങളെ പാലസ്തീന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഗോഗോ വിളിക്കാം, പാലസ്തീന്റെ രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് ഇവിടെ പ്രചരിപ്പിക്കാം. പാലസ്തീനെ കുറിച്ച് പറഞ്ഞാൽ അതെല്ലാം നല്ലത്. പലസ്തീനെ അംഗീകരിച്ച അപൂർവം രാജ്യങ്ങളിൽ ലോകത്ത് പലസ്തീൻ എല്ലാ കാലവും ആദ്യഘട്ടത്തിൽ അംഗീകാരം നൽകിയ അപൂർവം രാജ്യങ്ങളിൽ ലോകത്തുള്ളതാണ് ഇന്ത്യ. യാസർ അറാഫത്ത് എന്ന അബു അമ്മാർ പലസ്തീൻ്റെ നേതാവിനെ ഇന്ത്യയുടെ സഹോദരൻ എന്നാണ് ഇന്ത്യ വിശേഷിപ്പിച്ചത്. ഇന്ത്യയുടെ സഹോദരൻ, ആ അർത്ഥത്തിലൊരു പൈതൃകമുണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ അടികൊള്ളുന്നു, മരിച്ചു വീഴുന്നു എന്നറിയുമ്പോൾ ഒരു ലോക പരിപ്രേക്ഷ്യമുള്ള കേരളത്തിൽ അവരുടെ കഫേ ധരിച്ചുകൊണ്ട് പ്രതിഷേധം നടത്തുന്നതിന് എന്താണ് പ്രശ്നം? അത് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ആ രീതിയിലാണോ ചിന്തിക്കേണ്ടത്? സംഘപരിവാർ വൽക്കരണത്തെയും അതിന്റെ കാര്യങ്ങളെ ആ രീതിയിലാണോ? ഒരു മിനിറ്റ്, താങ്കൾ ദയവായി തുടരൂ. ലാൽകുമാർ എന്തോ പറയുന്നു താങ്കളോട് തന്നെ. അല്ല, തുടരൂ, താങ്കൾ തന്നെ തുടരണം. ഉടനെ ലാൽകുമാറിലേക്കല്ലോ പോകേണ്ടത്. എനിക്കതിന് മറുപടി പറയാനുള്ള അവസരം ചോദ്യം മാത്രം. അതിനകത്ത് താങ്കൾ ഇപ്പൊ പറഞ്ഞ ലാൽകുമാറിന് ഒരു ചോദ്യമുണ്ട്, താങ്കളുടെ പ്രതികരണം അപ്പൊ സമഗ്രമാവും. അല്ല, ആദ്യം ആങ്കർ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം. ഞാൻ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ തന്നെ പ്രശ്നമാണ്. താങ്കൾക്ക് ഭാരതത്തിന്റെ ബിംബങ്ങളോടെല്ലാം പുച്ഛവും, ഭാരതത്തിന്റേതായ ബിംബങ്ങളല്ലേ, ബിംബങ്ങളല്ലേ? ഞാൻ അതാ ചോദിച്ചത്. ആ ഗാനത്തിനകത്ത് ആ കുട്ടികൾ പാടിയിട്ടുള്ള ആ ഗാനത്തിനകത്ത് എവിടെയാണ് RSSനെ പ്രകീർത്തിക്കുന്നത്? എവിടെയാണ് RSSന്റെ ഏതെങ്കിലും ഒരു നേതാവ്? അവർ പാടിയിരിക്കുന്നത് ഭാരതാംബയെ കുറിച്ചാണ് പാടിയിരിക്കുന്നത്.
ആ ഭാരതാംബയെ കുറിച്ചും ഭാരതത്തിന്റെ സവിശേഷമായിട്ടുള്ള ഭാരതത്തിന്റേതായ പൈതൃകങ്ങളെ കുറിച്ചും പാടുമ്പോ അതെല്ലാം നിങ്ങൾക്ക് തെറ്റാണ്. നിങ്ങൾ പാടുന്ന പാട്ടുകളെ ഭാരതാംബയുടെ പാട്ടുകളായി ചിത്രീകരിച്ച് പാടുന്നതിലാണ് പ്രശ്നം. ഞാനൊരൊറ്റ കാര്യം നന്ദുവിനോട് ചോദിക്കുന്നു. നന്ദുവിന് പറയാമോ? ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. താങ്കൾ പറഞ്ഞല്ലോ, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. നമ്മൾ ശ്വസിക്കുന്നത്, അത് കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും BJP-കാരനായാലും ശ്വസിക്കുന്നത് ഈ ഭാരതത്തിന്റെ വായുവാണ്. നമ്മൾ ചവിട്ടി നിൽക്കുന്നത്, അത് കമ്മ്യൂണിസ്റ്റുകാരനായാലും കോൺഗ്രസ്സുകാരനായാലും CPM-കാരനായാലും BJP-കാരനായാലും ചവിട്ടി നിൽക്കുന്നത് ഈ ഭാരതാംബയിലാണ്. ഈ ഭാരതാംബയുടെ മടിത്തട്ടിലാണ് ചവിട്ടി നിൽക്കുന്നത്. നമ്മൾ അന്നം കഴിക്കുന്നത്, അത് ഉണ്ടാവുന്നത് ഈ ഭാരതാംബയുടെ മടിത്തട്ടിൽ നിന്നാണ്. കർഷകർ പണിയെടുക്കുന്നത് കൊണ്ടാണ്. നിങ്ങൾ ചവിട്ടിക്കൊന്ന, നിങ്ങൾ വണ്ടി കയറ്റിക്കൊന്ന കർഷകർ പണിയെടുക്കുന്നത് കൊണ്ടാണ് ഇവിടെ മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നത്. താങ്കൾക്ക് പാലസ്തീനിലെ അത് മറ്റൊരു രാജ്യമല്ലേ? ലോക രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഇവിടെ പ്രതിഫലിക്കും. അങ്ങനെ പലസ്തീൻ പ്രതിഫലിക്കും. അതിനപ്പുറത്തേക്ക് പറയണ്ട. ഞാനൊരൊറ്റ കാര്യം ചോദിക്കുന്നു. നന്ദു, താങ്കൾ പറഞ്ഞല്ലോ അതല്ല, ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യ സമരങ്ങളിലടക്കം പോരാടി മരിച്ച ഒരു കൂട്ടം രക്തസാക്ഷികളുണ്ട്. അവരിലെങ്ങാനും ഒരു RSS നേതാവിനെ കാട്ടിത്തരാമോ? എന്നിരിക്കെ നിങ്ങൾ ഞങ്ങളെ രാഷ്ട്രസ്നേഹം പഠിപ്പിക്കേണ്ട. ഞാൻ ചോദിക്കുന്നത് നന്ദു, ഒരൊറ്റ കാര്യം. KSRTC-യുടെ ബസിന്റെ ഉദ്ഘാടനം, ആ ഉദ്ഘാടനത്തിന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെയോ ഒരു ഗാനം പാടി ഉദ്ഘാടനം ചെയ്യുന്നു. അത് ഈ കേരളത്തിൻ്റെ ദേശീയ ഗാനമാണ് അല്ലെങ്കിൽ ഈ സംസ്ഥാനത്തിൻ്റെ ഗാനമാണെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് KSRTC ഇട്ടാൽ എന്തായിരിക്കും നന്ദുവിൻ്റെ അഭിപ്രായം? ഞാൻ താങ്കളോട് ഒരു കാര്യം പറയാം. ഇതിന് മറുപടി പറയൂ. താങ്കളുടെ ചോദ്യം തന്നെ തെറ്റിദ്ധാരണാജനകമാണ്. അവിടെ താങ്കൾ ഇതിനെ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് ഇതെന്തോ RSSന്റെ ഗീതമാണ് എന്നാണ് താങ്കൾ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത്. താങ്കൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് RSSന്റെ ഗീതമല്ല. അത് ആദ്യം മനസ്സിലാക്കണം. ഇതിനകത്ത് RSSനെ പുകഴ്ത്തുന്നതായിട്ടോ അല്ലെ RSSന് വലിയ, ഞങ്ങൾ ഇതിനെ ഗീതമായിട്ട് ഉപയോഗിക്കും. ഞങ്ങൾ എല്ലാ ദേശഭക്തി ഗീതങ്ങളെയും ഞങ്ങളുടെ ശാഖകളിൽ പാടാറുണ്ട്. ഞങ്ങൾക്ക് ദേശപ്രചോദനമായിട്ടുള്ള, ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞോട്ടെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അതായത് ഞങ്ങൾ ദേശപ്രചുരമായിട്ടുള്ള എല്ലാ ഗീതങ്ങളും എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ശാഖയിൽ ഉപയോഗിക്കാറുണ്ട്. നിങ്ങൾ ഈ ഗീതത്തിൽ തന്നെ ഭഗത് സിംഗനും ഝാൻസിയും ഇവിടെ പ്രഭാത ഭേരി മുഴക്കുന്നു, അങ്ങനെ ഒരു വരിയുണ്ട്. ഭഗത് സിംഗൻ നിങ്ങൾ DYFIയുടെ പരിപാടികളിൽ നിങ്ങൾ ഫ്ലക്സുകൾ വെക്കാറില്ലേ? ആ ഭഗത് സിംഗ് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് 23-ാം വയസ്സിൽ സ്വന്തം ജീവിതം, സ്വന്തം യൗവനം കാൽക്കൽ വെച്ച, ഭാരതാംബയുടെ മടിത്തട്ടിൽ വെച്ച ആ ഭഗത് സിംഗിനും ആ ഗീതത്തിനകത്തുണ്ട്. അതിനെയൊക്കെ നിങ്ങൾ അങ്ങ് അടച്ചാക്ഷേപിക്കുകയാണ്. കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഭാരതാംബയുടെ വാക്ക് കേൾക്കുമ്പോഴും പദം കേൾക്കുമ്പോഴും നിങ്ങൾക്ക് വരുന്ന ഈ അലർജിക്ക് പ്രശ്നത്തിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഇത്രയും അങ്ങ് അതിന്റെ കാരണമാണ് പച്ച മലയാളത്തിൽ പറയുന്നത്. അതിന്റെ കാരണമാണ് പാലസ്തീന് വേണ്ടി സംസാരിക്കാം, പക്ഷെ സ്വന്തം രാജ്യത്ത് നിങ്ങൾ ചവിട്ടി പരസ്പര വിരുദ്ധമായ ചേരാത്ത ചേരുവകളിൽ ഈ കാര്യത്തെ പ്രതിരോധിക്കുകയാണ് നന്ദു. അത് BJP ആകമാനം ചെയ്യുന്നു. ശ്രീ ലാൽകുമാർ, ഇവർ പറയുന്ന ഭഗത് സിംഗിനെ ബിംബമായി എടുത്തുന്നു. ഭഗത് സിംഗിനെ അടക്കം ബിംബമായി എടുക്കാനേ ഇവർക്ക് പറ്റൂ. ഇവർക്ക് അല്ലാതെ ഇവരുടേതായ ഒരാളില്ല. അത് മാത്രമല്ല ഭഗത് സിംഗ് അവസാനം മരിച്ചു വീണു എന്ന് പറഞ്ഞല്ലോ. വൈ ഐ ആം ആൻ എത്തീസ്റ്റ്, എന്തുകൊണ്ട് ഞാനൊരു നിരീശ്വരവാദിയായി എന്ന ലേഖനം എഴുതി വെച്ചിട്ടാണ് അദ്ദേഹം തൂക്കുകയറിലേക്ക് നടന്നുപോയത് ഭഗത് സിംഗ്. ആ ഭഗത് സിംഗിൻ്റെ ആശയം നിങ്ങൾ നെഞ്ചിലേറ്റുമോ? നന്ദു, ദയവായി തുടരൂ. ലാൽകുമാർ, എന്താണ് നന്ദുവിനോട് ചോദിക്കാനുള്ളത്, BJPയോട് ചോദിക്കാനുള്ളത്? അല്ല, ചോദിക്കാനല്ല, ഇതിനകത്ത് 2-3 വിഷയങ്ങൾ നന്ദു പറഞ്ഞതിനകത്ത്. നന്ദുവിന്റെ പൊളിറ്റിക്കൽ പൊസിഷൻ പറഞ്ഞു, ഞാൻ പറയുന്നില്ല, അത് അദ്ദേഹത്തിന് ഡിഫെൻഡ് ചെയ്യേണ്ട ബാധ്യതയുണ്ട്. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താ, അടിസ്ഥാനപരമായി പാലസ്തീനെ ഒരു കാലത്തും ഇന്ത്യ പാലസ്തീൻ ജനതയെ തീവ്രവാദികൾ എന്ന് വിളിച്ചിട്ടില്ല. ഇവിടുത്തെ താലിബാനിയുടെ തീവ്രവാദികൾ എന്ന് വിളിച്ചത് BJP-കാരാണ് ആദ്യം. അത് നിങ്ങൾ മനസ്സിലാക്കണം. താലിബാനികളെ കാര്യമില്ല വിളിക്കുന്നതിന് കാരണമുണ്ട്. നമ്മുടെ കാണ്ഡഹാറിലേക്ക് നമ്മളെ വിമാനം അടിച്ചോണ്ട് പോയി. ആ വിമാനം അടിച്ചുകൊണ്ട് ഇവിടുത്തെ തീവ്രവാദികളെ അവരുടെ കൈ കൊണ്ടു കൊടുത്തത് ആരാണ്? അന്ന് ഇവരുടെ മന്ത്രിയായിരുന്ന യശ്വന്ത് സിംഗ് സാബാണ്. അദ്ദേഹം വലിയ മനുഷ്യനാണ്, അതിനകത്ത് എനിക്ക് സംശയമില്ല. പക്ഷെ ഇവരുടെ കാലഘട്ടത്തിലാണ് സംഭവിച്ചത്.
അന്ന് ഇവർ തീവ്രവാദികളാണെന്ന് ലോകത്തോട് വിളിച്ചു ജയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ച പറയട്ടെ. മഹമ്മൂദിനെ അല്ലേ, മസൂദിനെ ഞാൻ പറയട്ടെ. ഈ പറയുന്നേ ഇതാണ് ആദ്യത്തെ പ്രശ്നം. അപ്പൊ പാലസ്തീൻ ജനതയുമായി ബന്ധപ്പെട്ട പാലസ്തീൻ കോസ്റ്റ്, പാലസ്തീന് വേണ്ടി പാലസ്തീന്റെ കുപ്പായം ഇട്ടു എന്ന് പറയുന്നത് പാലസ്തീൻ തീവ്രവാദികളായിട്ട് BJP തീരുമാനിച്ചോ? അങ്ങനെ അത് വ്യക്തമാക്കണം. നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനും ദേശീയ അധ്യക്ഷനും വ്യക്തമാക്കണം. പാലസ്തീനിലെ ജനങ്ങള്, പാലസ്തീന്റെ ഈ വിഷയം തീവ്രവാദികളുടെ വിഷയമാണ്. അത് അങ്ങനാണെങ്കിൽ അത് ആ പറഞ്ഞതിന് പ്രസക്തിയുണ്ട്. അടുത്തത് അഫ്ഗാനികളെ, പ്രത്യേകിച്ച് താലിബാൻ ഭരിക്കുന്ന സ്ഥലത്ത് താലിബാന്റെ ആളെ വിളിച്ചു നിർത്തി ഉമ്മ കൊടുക്കുന്ന സീനാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇവരെ തീവ്രവാദികൾ എന്ന് വിളിച്ചത് ഇവര് തന്നെയാണ്. 2. അടുത്തത് ഈ ഗണഗീതവുമായി ബന്ധപ്പെട്ടൊരു കാര്യം. അദ്ദേഹം ഭാരതമാതാവിനെ കുറിച്ച് പറഞ്ഞല്ലോ. അല്ല, ഈ ഭാരതമാതാവിന്റെ ഫോട്ടോയ്ക്ക് പുറകെ നിൽക്കുന്ന ഒരു ഭാരതമുണ്ട്. ആ ഭാരതത്തിനകത്ത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ഉണ്ട്. നിങ്ങൾ ഈ ശത്രു രാജ്യം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പിക്ചറൈസ് ചെയ്യുന്ന പാകിസ്ഥാന്, നമ്മൾ പറഞ്ഞില്ലേ എനിമി സ്റ്റേറ്റ് ആയിട്ട് പാകിസ്ഥാൻ ഇപ്പോഴും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടില്ല. അതുകൊട്ടെ, നമ്മളുമായിട്ട് യുദ്ധം ചെയ്യുന്ന, നമ്മുടെ പൗരന്മാരെ കൊല്ലുന്ന, നമ്മുടെ പൗരന്മാരെ അതിർത്തി ക്രോസ് ചെയ്ത് വന്ന് കൊല്ലുന്ന ഈ പറയുന്ന പാകിസ്ഥാനെ, നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാരെ, ഈ ലോകമെമ്പാടും ആൾക്കാരെ, പ്രതിനിധികളെ വിളിച്ച് എതിർക്കുന്ന ഈ പറയുന്ന രാജ്യവും അഫ്ഗാനിസ്ഥാൻ ഉൾപ്പെടെയുള്ള ഭാരതവർഷമാണ് പുറകെ നിൽക്കുന്നത്. അതിന് ഗീജയെ വിളിക്കാൻ സൗകര്യപ്പെടില്ലെന്നേ, സൗകര്യപ്പെടാൻ പറ്റില്ല. സൗകര്യപ്പെടാൻ പറ്റില്ല. കാര്യം അത് നിങ്ങൾക്ക് അതിനകത്ത് ഗണഗീതമാണ് അല്ലെങ്കിൽ അതല്ലേ ഇതല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ആ ഭാരതാംബയുടെ റെപ്രസെന്റേഷനകത്ത്, ആ പ്രസന്റേഷനകത്ത് പ്രശ്നമുണ്ട്. അത് നിങ്ങൾക്ക് കുഴപ്പം. നിങ്ങൾക്ക് ഈ പറയുന്ന ഭാരതമല്ല യഥാർത്ഥ ഭാരതം. ഭാരതവർഷം വലിയൊരു ഭാരതവർഷമാണ്. ഞങ്ങൾ ഈ ഭരണഘടനയെ കുറിച്ച് പറയുന്നത് ഈ ടെറിട്ടോറിയൽ റീജിയനകത്ത് വരുന്ന ഭരണഘടനയെ കുറിച്ചാണ് പറയുന്നത്. അതിനകത്ത് ഒരു സംശയം, സാംസ്കാരികമായ ഒരു കാര്യമല്ല നമ്മൾ പറയുന്നത്. നമ്മൾ പറയുന്ന ഭരണഘടന എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെന്റ് ആണ്. അതൊരു കൾച്ചറൽ സാധനം മാത്രമല്ല, പൊളിറ്റിക്കലാണ്. അതിന് ടെറിട്ടറി ഉണ്ട്. കാര്യം ഇന്ത്യൻ ഭരണഘടന പാകിസ്ഥാനിൽ ആപ്ലിക്കബിൾ ആണോ? അതിന്റെ പാകിസ്ഥാനിലെ ടെറിട്ടറിയിലുള്ള ഒരു സാധനം നമ്മുടെ നാട്ടിലെ ഭാരതാംബയുടെ പുറയിലാണ് ഇവർ. പറ്റത്തില്ല, അംഗീകരിക്കാൻ പറ്റില്ല. നിങ്ങൾ പറഞ്ഞില്ല ഞങ്ങൾ എതിർക്കുവാണ്. അതിനകത്ത് സംശയം എന്നാ? നിങ്ങൾക്ക് എന്തിനാ ഇത്ര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ ആൾക്കാരെ കൂടെ ചേർത്ത് വെക്കുന്ന ആൾക്കാരെ നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ലെന്ന് അങ്ങനെ നമ്മുടെ ഉദ്ദേശം. അത് കാതലാണ്, ഭരണഘടനാപരമാണ്. ലാൽകുമാർ പറഞ്ഞത് ടെറിട്ടറിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ജുറിസ്ഡിക്ഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം തന്നെയുണ്ട്. അപ്പോൾ ഈ ടെറിട്ടറിയെ കുറിച്ച് ഭരണഘടന പറയുന്ന ആ ടെറിട്ടറി അല്ലാത്ത ഭാഗങ്ങൾ ചേർത്ത് ഇന്ത്യയുടെ മാപ്പ്, എന്നിട്ടൊരു സ്ത്രീയെ പ്രതിഷ്ഠിക്കുന്നു, അവിടെ ഒരു കാവിക്കൊടി കൊടുക്കുന്നു, എന്നിട്ടത് ഭാരതാംബയാണെന്ന് RSS ആണ് പറയുന്നത്. എന്നിട്ട് RSS രാഷ്ട്രസ്നേഹം അതിൻ്റെ പേരിൽ വിളമ്പുകയാണ്. ഗണഗീതത്തിൻ്റെ കാര്യത്തിലും അതാണ് ലാൽകുമാർ ചൂണ്ടിക്കാണിച്ചത്. നിങ്ങളുടെ ആ അത്തരം ആക്ഷൻസ് ഭരണഘടനാ വിരുദ്ധമാണ്. അത് പാലിക്കേണ്ട ബാധ്യത ഇന്ത്യൻ പൗരനില്ല. അതാണ് ലാൽകുമാർ പറഞ്ഞതിൻ്റെ പച്ച മലയാളം. നന്ദു, അല്ല, ഞാന് ശ്രീ ലാൽകുമാറിനോട് ചോദിക്കുന്നത്, ഇപ്പോഴും ചങ്കില ചൈനയിൽ തന്നെയല്ലേ അദ്ദേഹവും പ്രവർത്തിക്കുന്നത്? അല്ലേ, മാറിയിട്ടില്ലല്ലോ? അല്ലേ, മാറിയിട്ടില്ലല്ലോ. ടെറിട്ടോറിയലാണ് അമേരിക്ക വർദ്ധിപ്പിച്ചതിന് ശേഷം ഞാൻ ചോദിച്ചത്, താങ്കൾ പറഞ്ഞ ഇരട്ടവാദത്തെയാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. അദ്ദേഹം അങ്ങനെ ഇരട്ടവാദം പറഞ്ഞില്ല. അദ്ദേഹം ചൈനയെ കുറിച്ചേ പറഞ്ഞില്ല. അദ്ദേഹം ലാൽകുമാർ പറഞ്ഞത് ഇന്ത്യൻ ഭരണഘടന കമ്മ്യൂണിറ്റിയിൽ തന്നെയല്ലേ താങ്കൾ പ്രവർത്തിക്കുന്നത്? താങ്കൾ അതേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഞാനത് തെറ്റാണെന്നല്ല പറഞ്ഞത്. മാറിയിട്ടുണ്ടോ? മാറിയിട്ടുണ്ടോ? ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയല്ലേ താങ്കൾ പ്രവർത്തിക്കുന്നത്? ഞാൻ ഒറ്റ ചോദ്യമുള്ളൂ. എനിക്ക് ഒന്നാമത്തെ കാര്യം എനിക്ക് സൂമിൽ ഇരിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പല കാര്യങ്ങളും കേൾക്കുന്നത്. വ്യക്തമാണ്, താങ്കൾ പറയുന്ന എല്ലാം വ്യക്തമാണ്. താങ്കൾക്ക് ധൈര്യമായി പറയാം. ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ. ചങ്കിലെ ചൈന എന്ന് പറഞ്ഞ് ഇദ്ദേഹം നമ്മളോട് പുച്ഛിക്കുകയല്ലേ ചെയ്തത്. ഈ ചങ്കിലെ ചൈനയോട് നിങ്ങൾക്ക് പുച്ഛം ഉണ്ടെങ്കിൽ എന്തിനാണെന്ന് അങ്ങോട്ട് പോകുന്നേ? എന്റെ ചോദ്യം എന്തിനാ അങ്ങോട്ട് പോയി കെട്ടിപ്പിടിക്കുന്നേ? മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ചോദിച്ചത്. അല്ല ലാൽകുമാർ സർ, താങ്കൾ മുദ്രാവാക്യം വിളിക്കുന്നവരാണ് സർവ്വരാജ്യ തൊഴിലാളികളെ. അതിനകത്ത് സംശയമില്ല.
നിങ്ങൾക്ക് ആ കാര്യത്തിൽ അപ്പൊ വർഗബോധത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ പറയുമ്പോൾ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുദ്രാവാക്യം വിളിക്കുമ്പോൾ ഞങ്ങൾ അഖണ്ഡ ഭാരതത്തെ കാണുന്നത് തെറ്റ് പറഞ്ഞോളൂ, താങ്കൾ പറയുന്നത് വ്യക്തമാണ്. താങ്കൾക്ക് എന്ത് അധികാരമുള്ളത്? സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വിളിക്കാം. പക്ഷെ ഈ രാഷ്ട്രം ഇന്നലകളിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തിരിച്ചുണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞങ്ങൾ അങ്ങനെ ആശിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറയാൻ അധികാരം. അതാണ് പ്രശ്നം. ഞാൻ ക്ലിയർ ചെയ്തത് അധികാരം അല്ലല്ല, പറയട്ടെ ലാൽകുമാർ പറയട്ടെ, താങ്കൾ കേൾക്കൂ. അല്ല, അങ്ങനെയല്ല. ലാൽകുമാർ സാർ ഇത്രയും നേരം പ്രസംഗിച്ചപ്പോൾ നിങ്ങൾ നന്ദു ഇവിടെ വിളിക്കുന്നത് വിളിക്കാത്തതല്ല പ്രശ്നം. അദ്ദേഹം പറഞ്ഞത് താങ്കൾ പറയുന്ന ഒരു പോയിന്റിനെതിരായ ഒരു പോയിന്റാണ് അദ്ദേഹത്തിൻ്റെത്. ഒന്ന് ടോളറന്റ് ആവൂ. താങ്കൾ എന്നെ വിളിക്കേണ്ട പ്രശ്നമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഇരട്ടത്താപ്പ് പറയുമ്പോ, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഇരട്ടത്താപ്പ് പറയുമ്പോൾ സ്വാഭാവികമായ ഭരണഘടനയാണോ ഇരട്ടത്താപ്പ്? കൃത്യമായി പറയുകയും ചെയ്യേണ്ടതാണ്. ഭരണഘടനയുടെ ടെറിട്ടറിയെ കുറിച്ച് പറയുന്നതാണോ ഇരട്ടത്താപ്പ്? അല്ല, അദ്ദേഹം ഭരണഘടനയുടെ ടെറിട്ടറി പറഞ്ഞപ്പോ അദ്ദേഹം അവസാനം പറഞ്ഞു നിർത്തിയ വാക്കെന്താ? എന്താണ് പറയും? നിങ്ങൾ പറയും, ഞാൻ പറയുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. എന്താണ് സർവ്വരാജ്യ തൊഴിലാളികൾ എങ്ങനെയാണ് ഒരു ഭരണ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ടെറിട്ടറിക്കകത്തുള്ള കാര്യങ്ങൾ മാത്രം തീരുമാനിച്ചാൽ മതി എന്ന് ഞാനും പറയും. പൊളിറ്റിക്കലി നിങ്ങൾ എന്തിനാ കഫിയ ധരിക്കുന്നത് ഞാൻ ചോദിക്കും. അല്ല, നിങ്ങൾ എന്തിനാണ് താലിബാനെ ശ്ലാഘിക്കുന്നത് എന്ന് അവർ തിരിച്ചു ചോദിക്കും. നിങ്ങൾ എന്തിനാണ് താലിബാനെ ശ്ലാഘിക്കുന്നതെന്ന് അവർ തിരിച്ചു ചോദിക്കും. നിങ്ങൾ എന്തിനാണ് ചൈനയിൽ പോയി ഷീ ജിൻപിങ്ങുമായി കൈകൊടുക്കുന്നതെന്ന് അവർ ചോദിക്കും. അതിന് മറുപടി പറയേണ്ടി വരും നിങ്ങൾക്ക്. എന്തോ ഞാൻ മറുപടി പറയാൻ ചോദ്യം കേട്ടില്ല ഭായി. പറയൂ നന്ദുവിന് എന്താണ് ലാൽകുമാറിൽ നിന്ന് അറിയേണ്ടത്? അല്ല, ഞാൻ അദ്ദേഹത്തിനോട് പറയുന്നത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സ്വയം സേവൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ BJP-കാരൻ എന്നുള്ള നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അഖണ്ഡ ഭാരതം എന്നുള്ളത് എന്റെ കൺസെപ്റ്റാണ്. ഞാൻ ഒരിക്കലും ലാൽകൃഷ്ണ വന്നിട്ട് നിങ്ങൾ ആ കൺസെപ്റ്റ് ഏറ്റെടുക്കണം, നിങ്ങൾ ആ കൺസെപ്റ്റിൽ പ്രവർത്തിക്കണം ഞാൻ പറഞ്ഞിട്ടില്ല. ലാൽകുമാർ അതിന് മറുപടി പറയട്ടെ. ചോദ്യം കേട്ടല്ലോ. അതായത് അഖണ്ഡ ഭാരതം എന്ന അവരുടെ സങ്കല്പം, നിങ്ങൾക്ക് സർവ്വരാജ്യ തൊഴിലാളികളെ എന്ന് വിളിക്കാം, അവർക്ക് അഖണ്ഡ ഭാരതം വെച്ചുകൂടെ? അങ്ങനെ ആശയപരമായ ഒരു കാര്യം അവർ മുമ്പോട്ട് വെക്കുന്നതിന് നിങ്ങൾ എന്തിനെ എതിർക്കുന്നു? ഇതാണ് അദ്ദേഹം. ഇതാണ് ഇനി ഇടപെടുന്നത്. എനിക്ക് കേൾക്കുന്നതിൽ വലിയ ലിമിറ്റേഷൻ ഉണ്ട്. അത് അജിംഷാദ് ഇടപെടാൻ പാടില്ല. ഞാൻ ചോദിക്കുന്നത്, സർവ്വരാജ്യ തൊഴിലാളികളെ എന്നുള്ള പാട്ട് നിങ്ങൾ KSRTC ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങൾ വലിച്ചാൽ നിങ്ങൾ സമ്മതിക്കുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇത്രേ ഉള്ളൂ. നിങ്ങൾ വന്ദേ മാതരം അല്ലെങ്കിൽ ഈ പറയുന്ന ഗണഗീതം പാടണോ പാടണ്ട എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാ, അതിനകത്ത് സംശയമില്ല. ഈ പറയുന്ന ആർട്ടിക്കിൾ 12 കിടക്കുന്ന സ്റ്റേറ്റിന്റെ ഡെഫിനിഷനിൽ വരുന്ന ഒരു സ്ഥാപനത്തിനകത്ത് നിങ്ങൾ ഈ പറയുന്ന ഉദ്ഘാടന സമയത്ത് ഞാൻ സർവ്വരാജ്യ തൊഴിലാളികളെ എന്നുള്ള മുദ്രാവാക്യം അല്ലെങ്കിൽ ആ പറയുന്ന ഗീതം പാടിക്കൊണ്ട് നമ്മൾ തുടങ്ങിയാൽ നിങ്ങൾ സമ്മതിക്കുമോ? വ്യക്തമാണ് നന്ദു. പെട്ടെന്ന് എനിക്ക് ഈ പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. കൈരളി TV-യുടെ 25ാം വാർഷികത്തിലേക്ക് പോകേണ്ടതുണ്ട്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നു. ഇവിടെ ലാൽകുമാർ സൂചിപ്പിച്ചത് സർവ്വരാജ്യ തൊഴിലാളികളെ എന്ന ആശയം ഞങ്ങൾ വ്യക്തമാക്കും, പക്ഷേ സർക്കാരിൻ്റെ ഔദ്യോഗിക ചെലവിലുള്ള പരിപാടികളിൽ അത് ഞങ്ങൾ പറയില്ല. ഇതാണ് ലാൽകുമാർ പറഞ്ഞു. പക്ഷെ നിങ്ങളത് പറഞ്ഞു. അവിടെയാണ് പ്രശ്നം. പെട്ടെന്ന് സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു ഗീതം പാടുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, ഈ രാഷ്ട്രത്തിന്റെ ആശയത്തെ അല്ലെങ്കിൽ രാഷ്ട്രം എന്ന് പറയുന്ന ആശയത്തെ, ഭാരതം എന്ന് പറയുന്ന ആശയത്തെ, അല്ലെങ്കിൽ ഭാരതം എന്ന് പറയുന്ന നമ്മുടെ എല്ലാം ജീവിക്കുന്ന ഈ രാഷ്ട്രത്തെ, ആ രാഷ്ട്രത്തിനെ പുകഴ്ത്തി പാടുന്നതിൽ എന്താണ് തെറ്റ്? എന്റെ ചോദ്യം അവിടെയാണ്. രാഷ്ട്രത്തിനെ പുകഴ്ത്തി പാടാൻ ദേശീയ ഗാനമുണ്ട്. അതുപോലെ തന്നെ ഫാൻസിയും ഒക്കെ ഈ നാടിന് വേണ്ടിയിട്ട് സ്വയം അർപ്പിതപ്പെട്ടവരാണ്. വിവേകാനന്ദനും സ്വാമി വിവേകാനന്ദൻ അടക്കമുള്ളവർ ഈ നാടിന് വേണ്ടി അർപ്പിക്കപ്പെട്ടവരാണ് എന്ന് ഒരു ഗീതത്തിൽ പാടുമ്പോ എന്റെ പരമപവിത്രമായ ഭാരതാംബയെ പൂജിക്കാൻ പുണ്യവാഹിനി സേവനങ്ങൾ ഉണ്ടിവിടെ എന്ന ഗീതത്തിൽ എന്താണ് പ്രശ്നം? അജിംഷാദേ, ഇദ്ദേഹം പാടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. RSS പാടണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. ഇത് സ്റ്റേറ്റിന്റെ പ്രോഗ്രാമിൽ പറ്റാൻ പാടില്ല. ഇദ്ദേഹത്തിന് ഇതിനകത്ത് വലിയ മൂല്യം കണ്ടെത്തുന്നുണ്ട്. നന്ദുവിനോട് മൂല്യം കണ്ടെത്തേണ്ടെന്ന് നമ്മൾ പറഞ്ഞോ? നരേന്ദ്രമോദി അതിനകത്ത് മൂല്യം കണ്ടെത്തേണ്ടെന്ന് നമ്മൾ പറഞ്ഞോ?
ആർഷഭാരതം എന്ന് പറയുന്ന വലിയ ഭാരതവർഷം എന്ന് പറയുന്ന അഫ്ഗാനിസ്ഥാനും പഴയ വൈഡൂര്യ ദേശം ഇറാനും ഉൾപ്പെടെയുള്ള ഒരു ദേശം രാജ്യമായി വരുന്നു. ആയിക്കോട്ടെ, അപ്പൊ ആലോചിക്കാം. ഇപ്പൊ ഈ ഭരണഘടനയ്ക്കകത്ത് നിൽക്കുമ്പം ഭരണഘടനാ സ്ഥാപനം ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഭാരതാംബ ഈ പറയുന്ന ഭാരതവർഷത്തിന് മുന്നിൽ നിൽക്കുന്ന ഭാരതാംബയാണെങ്കിൽ സൗകര്യപ്പെടില്ല എന്ന് തന്നെ പറയാനുള്ളൂ. അതിനൊരു സംശയമില്ല. ശ്രീ എ സജീവൻ, ഇവിടെ നന്ദു സൂചിപ്പിച്ച കാര്യത്തിൽ ശ്രീ ലാൽകുമാറും അതിൽ വ്യക്തത ചെയ്തു. ഔദ്യോഗികമായ പരിപാടികളിൽ, പൊതുജനത്തിൻ്റെ പൈസയിലുള്ള പരിപാടികളിൽ RSSൻ്റെ പാട്ടുകൾ പാടാൻ പറ്റില്ല. മാത്രമല്ല, ഇതിൽ വലിയൊരു പിശകുണ്ട്. നന്ദു പറയുന്നത് പോലെയല്ല, ഇവിടെ വലിയൊരു പിശക്. ഇത്തരത്തിൽ RSSൻ്റെ ഒരു ഗണഗീതം പാടിയിട്ട് അത് ദേശഭക്തിയാണെന്ന് പറഞ്ഞിട്ട് പോസ്റ്റ് റെയിൽവേ ചെയ്യുന്നത് ദേശീയ ഗാനം എന്ന നിലയിലാണ്. ദേശീയ ഗാനത്തിൻ്റെ പദവിയിൽ ഗണഗീതത്തെ ഉൾപ്പെടുത്തിയിട്ടില്ലല്ലോ. അല്ല, ഇത് നമ്മുടെ ഭരണഘടനയിൽ എന്താണോ പറഞ്ഞത് അത് നടപ്പാക്കാനല്ല RSS ഇവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവരിൽ നിന്ന് അത്രയൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഒരു 4-5 വർഷം മുമ്പ് കുറെ സന്യാസിമാർ യോഗം ചേർന്നിട്ട് വാരണാസിയിൽ വെച്ച് യോഗം ചേർന്നിട്ട് നടത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനമുണ്ട്. ഈ ഭരണഘടന ഞങ്ങൾ തള്ളിക്കളയും. അടുത്ത ഒരു 5 കൊല്ലത്തിനിടയിൽ ഞങ്ങൾ പുതിയ ഒരു ഭരണഘടന, അത് ഹിന്ദുത്വത്തിനെ അധിഷ്ഠിതമായിട്ട് ഭരണഘടന ഞങ്ങളിവിടെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു. അവർക്ക് പ്രഖ്യാപിക്കാൻ കഴിയുമോ ഇല്ല എന്നുള്ള കാര്യം രണ്ടാമത്തേത്. അങ്ങനെ ഒരു പ്രഖ്യാപനം കുറെ സന്യാസിമാർ, 100 കണക്കിന് സന്യാസിമാർ ചേർന്ന യോഗത്തിൽ നടത്തിയിട്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ ഏതെങ്കിലും ആളുകൾ അതിനെതിരെ ഒരു വാക്കെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നമുക്ക് അത്ഭുതപ്പെടാം. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള അജണ്ടയിലൂടെ മുന്നോട്ടേക്ക് പോവുകയാണ്. ഇതിലെന്താ തെറ്റ് എന്ന് ചോദിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, എൻ്റെ അറിവിൽ, ഞാൻ പഠിച്ച ചരിത്രത്തിൽ നന്നായിട്ട് ചരിത്രം മനസ്സിലാക്കിയുള്ള ഒരാളാണ്. ഈ രാജ്യത്ത് ഇപ്പൊ പറയുന്ന രൂപത്തിൽ ഏത് കാലത്താണ് ഈ ഭാരതവർഷം എന്ന് പറയുന്ന ഭാരത രാഷ്ട്രം ഉണ്ടായിരുന്നത്? നന്ദു പറഞ്ഞത് ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഭാരതരാഷ്ട്രം ഇവിടെ വീണ്ടും ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന. എൻ്റെ അറിവിൽ ഒരു കാലത്തും ഉണ്ടായില്ല. ബ്രിട്ടീഷുകാരാണ് ഇത് കുറെയൊക്കെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട്, അവർക്ക് പോലും പറ്റിയിട്ടില്ല. അവര് ഇവിടെ വിട്ടുപോകുന്ന സമയത്ത്, ഇന്ത്യയെ വിഭജിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മളിവിടെ വീണ്ടും 560ഓളം ചെറുകിട രാജ്യങ്ങളെ, ചെറിയ ചെറിയ രാജ്യങ്ങളെ ഇവിടെ കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചു. അതൊക്കെ സ്വതന്ത്ര രാജ്യങ്ങളായിരുന്നു. അപ്പൊ ഒരു കാലത്തും ശ്രീരാമന്റെ കാലത്തോ ഒരു യുഗത്തിൽ പോലും ഇല്ലാത്തൊരു ഒരു സംഭവം സങ്കല്പിച്ചുകൊണ്ട് നമ്മളിതെല്ലാം കൂടി ഇനിയിപ്പോ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒക്കെ ബംഗ്ലാദേശും ഒക്കെ നമ്മുടെ ഭാഗമാവുന്നുള്ള മൂഢധാരണയിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഇതൊക്കെ ഈ തരത്തിൽ പറഞ്ഞുകൊണ്ട് നിലവിലുള്ള ഇന്ത്യയിൽ പരമാവധി കാലം ഭരിക്കാനുള്ളൊരു തന്ത്രമാണ്, അതിന്റെ ഭാഗമാണ് ഇതൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ ട്രംപ് നടത്തിയ പോലെ, ഇതാ ഞാൻ ക്രിസ്തു മതത്തെ രക്ഷിക്കാൻ ഞാനുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവരിവിടെ അവതരിക്കുകയാണ്, വർഗീയത പറഞ്ഞുകൊണ്ട് അവതരിക്കുകയാണ്. അതിനുള്ള എല്ലാ മാർഗങ്ങളും അവർ തേടുന്നുണ്ട്. നമ്മൾ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. ഇവർക്കൊരിക്കലും പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല. തീർച്ചയായും സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ലാൽകുമാർ, എ സജീവൻ, നന്ദു ക്ഷമിക്കുക. എന്തായിരുന്നാലും ഗണഗീതം പാടി പേര് മാറ്റിയതുപോലെ പല വിധത്തിലും രാജ്യത്തിൻ്റെ യശസ്, മതേതരത്വം അടക്കം കളങ്കപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ തുടർച്ചയായി ഗണഗീതം പാടി ഗുണം കാണുന്ന സംഘപരിവാറിനെ പ്രതിരോധിക്കുമെന്ന് ഇടതുപക്ഷം, മതേതര വിശ്വാസികൾ ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ ന്യൂസ് ആൻഡ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു.